ആയുർവേദത്തിൽ നമ്മൾ ഏത് മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു ഫിസിഷ്യനായിട്ട് കൺസൾട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊതുവേ നമുക്കൊരു ജലദോഷം വരുമ്പോൾ അല്ലെങ്കിൽ പനി വരുമ്പോഴൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കേട്ട് പരിചയമുള്ള ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ നമ്മൾ കടയിൽ പോയി മേടിച്ച് കഴിക്കാറുണ്ട്. അതിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പം ഈ വെട്ടുമാർ എന്ന് പറയുന്ന ഗുളിക. വെട്ടുമാർ എന്ന് പറയുന്ന ഗുളിക ഇപ്പം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതിനകത്ത് വത്സനാഭി പറയുന്നതായിട്ടുള്ള വിഷസ്വഭാവമുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏത് കമ്പനിയിൽ നിന്നും മേടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അതിൻ്റെ ശുദ്ധി കൃത്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ദോഷം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇതിങ്ങനെ കുറേ നാളത്തേക്ക് കഴിക്കേണ്ടതുമല്ല. അപ്പോൾ അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് കൂടുതലും കഫം കൂടുതലുള്ള ചില കണ്ടീഷനിലാണ് അത് കൊടുക്കേണ്ടത്. അല്ലാത്ത സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് റിസൾട്ട് ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാക്കുകയും ചെയ്യും. പൊതുവേ നമുക്കൊരു ധാരണ ഉണ്ടാവും ഈ ഒരു മരുന്ന് പനിക്ക് കൊള്ളാം എന്ന് പറയുമ്പോൾ വീട്ടിലെല്ലാവരും കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അത് വേറെ ചിലർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന മാതിരി ഹെവി മെറ്റലിൻ്റെ ടോക്സിസിറ്റി പോലെയുള്ള പലതും സംഭവിക്കുന്നത്. അത് ഡോസ് ശരിയല്ലെങ്കിൽ ശരിയല്ലാത്തൊരവസ്ഥയിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രൊലോങ് ചെയ്ത് ഒരു സൂപ്പർവിഷൻ ഇല്ലാണ്ട് കഴിക്കുമ്പോഴൊക്കെ വരുന്ന അബദ്ധങ്ങളാണ്. അപ്പോൾ അത് എപ്പോഴും ഒരു കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യണം. ഇത് മരുന്നാണ്, ആഹാരമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം. അതല്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് ആയുർവേദത്തിൻ്റെ അബദ്ധമല്ല, ഉപയോഗിക്കുന്ന ആൾക്കാർ വരുത്തുന്ന ചില പിഴവുകളാണ്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്.